السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ രക്തം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു മുതൽക്കൂട്ടാവണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. നമ്മള് സൂറ ബഖറ 25 ആയത്ത് വരെ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഇവിടെ 26-ാമത്തെ ആയത്താ ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ 26-ാമത്തെ ആയത്തൊന്ന് പാരായണം ചെയ്യണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. അതിന്റെ വാക്കർത്ഥം നമുക്കൊന്ന് നോക്കാം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യസ്തഹി, അവൻ ലജ്ജിക്കുകയേയില്ല, ഐ യദ്രിബ, വിവരിക്കുന്നതിൽ, മസലൻ, ഉദാഹരണത്തെ അല്ലെങ്കിൽ ഒരു ഉപമയെ, മാ ബഊലത്തൻ, ഒരു കൊതുകിനെ ആവട്ടെ, ഫമാ ഫൗഖഹ, അല്ലെങ്കിൽ അതിന് മേലെയുള്ളതാവട്ടെ, അതായത് ഈ കൊതുകിനു മേലെയുള്ളതാവട്ടെ, ഫഅമ്മല്ലദീന ആമനു, എന്നാൽ വിശ്വസിച്ച ഒരു കൂട്ടർ, ഫയഅലമൂന, അവർ അറിയുന്നു, അന്നഹുൽ ഹഖ്, നിശ്ചയമായും ഇത് സത്യമാണെന്ന്, മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള, വഅമ്മല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ച കൂട്ടരാവട്ടെ, ഫയഖൂലൂന, അവർ പറയുന്നു, മാദാ അറാദല്ലാഹ്, എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചതെന്ന്, ബിഹാദാ മസല, ഈ ഒരു ഉപമ കൊണ്ട് അല്ലെങ്കിൽ ഉദാഹരണം കൊണ്ട്, യുളില്ലു ബിഹി, അതുകൊണ്ട് വഴികേടിലാക്കുന്നു, കസീറ, ഒരുപാട് പേരെ, വയഹ്ദി ബിഹി കസീറ, ഒരുപാട് പേരെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു, വമാ യുളില്ലു ബിഹി, അതുകൊണ്ട് വഴികേടിലാവുകയില്ല, ഇല്ലൽ ഫാസിഖീൻ, അതിരുവിട്ടവരല്ലാതെ. ഈ ഒരു ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കൊതുകിനെയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കൊതുകിനെ പോലും എക്സാമ്പിൾ ആക്കി പറഞ്ഞു തരാൻ ഒരു നാണക്കേടുമില്ല. അതാണ് ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. കൊതുകിനെ എടുത്തു പറയാൻ കാരണം എന്താ? നമ്മൾ അതിനെ നേരാവണ്ണം ഒന്നും നോക്കുന്നില്ല, കാണുന്നില്ല അല്ലെ? കാരണം അത്രയും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നൊരു ജീവിയാണ് കൊതുക്. എങ്കിലും വല്ലാതെ നമുക്കൊരു ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു ജീവിയും കൂടിയാണ്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് അതൊരു മുഷിപ്പുണ്ടാക്കുന്ന ഒരു കൊതുകാണ് അല്ലെ? ആ ഒരു കൊതുകിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി ഈ ഒരു ആയത്തിൽ ഖുർആനിൽ പറഞ്ഞു തരുന്നത്. അതിന് അല്ലാഹുവിന് ഒരു ലജ്ജയുമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ജീവിയാണ് കൊതുക് അല്ലെ? ഒരു പ്രയോജനവും ഇല്ല, വെറും യൂസ്ലെസ് ആണ്. പക്ഷെ ആ നിസ്സാര കാര്യത്തിന് പോലും ഉദാഹരണമായി അല്ലാഹു പറയുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമാ ഫൗഖഹ, അല്ലെങ്കിൽ അതിന്റെയും മേലെ, ഫൗഖ മേലെ, അതിന്റെയും മേലെ ഉള്ളതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാനുള്ള ഒരു മടിയും ഇല്ല.
ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് രീതിയിലാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന് കൊതുകിനെയാണ്. കൊതുക് എന്ന് പറയുന്നത് വളരെ നിസ്സാരായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നു. അതിന് ഒരു മടിയില്ല. അത് അതിന്റെ ഒരു വശം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കൊതുകിന്റെ മേലെ എന്ന് പറഞ്ഞത് അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കൊതുകിന്റെ മേലെ എന്ന് പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാരസൈറ്റ് എന്നാണ് അതിൽ പറയാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ അന്യരെ ആശ്രയിച്ച് കഴിയുന്ന ചില ജീവികൾ. അത് വേറൊരു ജീവികളുടെ മേലെ ജീവിക്കും. എന്നിട്ട് അതിന് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ അത് ഏതിന്റെ മേലെയാണോ ജീവിക്കുന്നത് അതിൽ നിന്നും അത് എടുത്തുപയോഗിക്കും. അങ്ങനെയുള്ള ജീവികളെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ജീവിക്കണമെങ്കിൽ വേറൊരു ജീവികളുടെ സഹായം ആവശ്യമാണ്. അത് ചെടികളിലും മൃഗങ്ങളിലും മനുഷ്യന്മാരിലും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പാരസൈറ്റുകൾ. ചെടികളിൽ കാണുന്ന പാരസൈറ്റ് അത് ചില മരത്തില് ഒട്ടിയിട്ടാണ് കാണാം. അത് ഒരു പായൽ പോലെ. എന്നാൽ ചില മരങ്ങൾ, വലിയ തടിമരങ്ങളുടെ പുറത്ത് മൊത്തം ആ മരത്തിന്റെ തടിയെ കാണാത്ത വിധത്തില് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്ന ഒരു തരം പായലുണ്ട്. ആ പായല് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മരത്തിലുണ്ടാകുന്ന എല്ലാ ഫുഡും, അതായത് അതിലുണ്ടാകുന്ന കായ്ക്കനികളും അതൊക്കെ അത് തിന്ന് ജീവിക്കും. ഇതാണ് ചെടികളിൽ ഉണ്ടാകുന്ന പാരസൈറ്റ്. ഇതുപോലെ മൃഗങ്ങളിലുണ്ട് ചില പാരസൈറ്റ്, മനുഷ്യന്റെ മേലെ ഉണ്ട് ചില പാരസൈറ്റ്. ഒരു എക്സാമ്പിള് നമ്മുടെ തലയിലുള്ള പേന്. ഓക്കെ, അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ബ്ലഡ് കുടിച്ചിട്ട് ജീവിക്കുന്നു അല്ലെ? അതുപോലെ കൊതുകിനും പാരസൈറ്റ് ഉണ്ട്. നമ്മൾ പറയല്ലേ കൊതുകാണ് മലേറിയ പരത്തുന്നതെന്ന്. അത് എന്താണെന്നറിയോ? കൊതുകിന്റെ ബ്ലഡ് കുടിച്ചിട്ട് ജീവിക്കുന്ന ചില പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് നമ്മുടെ ബോഡിയിൽ മലേറിയ ഉണ്ടാകുന്നത്. അല്ലാതെ അതൊരു തരം ബാക്ടീരിയയോ വൈറസോ ഒന്നുമല്ല. കൊതുകില് ആണുമുണ്ട് പെണ്ണുമുണ്ട്, മെയിലുണ്ട് ഫീമെയിലും ഉണ്ട്. ഇതിൽ ഫീമെയിൽ കൊതുകാണ് പ്ലാസ്മോഡിയത്തെ വഹിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഫീമെയിൽ കൊതുക് മാത്രമേ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ബ്ലഡ് കുടിക്കൂ. നമ്മുടെയൊക്കെ ശരീരത്തിൽ വന്നിട്ട് ബ്ലഡ് കുടിക്കുന്നത് പെൺകൊതുകുകളാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ആ ബ്ലഡ് കുടിക്കാനുള്ള കാരണം? അവരാണ് മുട്ടയിടേണ്ടത്. പെൺകൊതുകുകളാണ് മുട്ടയിടേണ്ടത് അല്ലെ? അപ്പൊ ആ പെൺകൊതുകുകൾ മുട്ടയിടണമെങ്കിൽ അതിന് ബ്ലഡ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ ആവശ്യമുള്ള ന്യൂട്രീഷൻ കിട്ടുക എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്നാണ്. അപ്പൊ ആൺകൊതുകുകൾ ബ്ലഡ് കുടിക്കൂല. ആ കൊതുകുകള് ചെടികളിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് തേനൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ജീവിക്കും. പെൺകൊതുകുകളാണ് ബ്ലഡ് കുടിക്കുക. എന്നിട്ട് അതിന്റെ മേലെ ജീവിക്കുന്ന പരാഗങ്ങളാണ് മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം. അതേപോലെ വേറെ ഒരുപാട് പരാഗങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. കൊതുകിന്റെ മേലെയും അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കൊതുകിനെ എനിക്ക് ലജ്ജയിലെ കൊതുകിനെ പറയാൻ അതിന്റെ മേലെയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഈ കൊതുകിനെ കുറിച്ചിട്ട് പറയാനുള്ള കാരണം അതിലുള്ള ചെറിയൊരു യുക്തി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ആ ഒരു അത്ഭുതങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ആൺകൊതുകളല്ല ഇതിൽ മെയിൻ ആയിട്ടുള്ളത്, പെൺകൊതുകൾ തന്നെ. ഇനി നമുക്ക് ഈ ഒരു ആയത്തിലൂടെ പോകാം. ഉദാഹരണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം എന്താ? നമ്മളുടെ മുന്നിലേക്ക് ഇതൊക്കെ കൊണ്ടുതരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സത്യത്തെ വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊരു സൃഷ്ടിയെയും അള്ളാഹുവിന് കൊണ്ടുവരാൻ മടിയില്ല. കാരണം ഈ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജീവികളെ കുറിച്ചിട്ടും ഏതൊരു കാര്യത്തെക്കുറിച്ചും പറയാൻ അള്ളാഹുവിന് ലജ്ജയില്ലാത്ത എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഇന്നല്ലാഹല യസ്തഹി, അള്ളാഹുവിന് ലജ്ജയുടെ ആവശ്യമേ വരുന്നില്ല. നമ്മളിപ്പോ ചില ഹദീസൊക്കെ കേൾക്കുന്നില്ലേ, പിന്നെ അതിന് അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ എന്താ ആ ഹദീസിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ കാര്യങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം അത് എങ്ങനെയാ നമ്മുടെ ജീവിതമായിട്ട് അതിന് ഒരു ബന്ധം ഉണ്ടാക്കി തരണ്ടേ, അതെങ്ങനെയാ നമ്മുടെ ജീവിതമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അവസാനം അത് മനസ്സിലാവൂല എന്ന് കാണുമ്പോൾ നമ്മൾ അതിന് തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. എങ്ങനെ? നമ്മൾ തന്നെ സ്വയം അതിനൊരു ആൻസർ കണ്ടെത്തി. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഇതൊക്കെ ഒരുപാട് അറിവുള്ളവർക്കായിരിക്കും മനസ്സിലാകുക, അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത് എന്ന് നമ്മൾ തന്നെ സ്വയം അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകൾ
വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്രയോ ഹദീസുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായി നമ്മുടെ ഒരു ഡേ ടു ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഹൃദയത്തെ ഒരു തൂവല് കൊണ്ട് നമുക്ക് ഉപമയാക്കി തന്നിട്ടുണ്ട്. തൂവൽ എന്ന് പറഞ്ഞാൽ അത്രയും നിസ്സാരമായ ഒരു സാധനമാണ് തൂവല്. ആ തൂവലിനോട് നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുത്തിയിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നന്മകളും തിന്മകളും മനുഷ്യരുടെ ഹൃദയത്തിൽ വരുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത് എങ്ങനെയാന്ന്, പായയുടെ ഇല മടിഞ്ഞതുപോലെയാന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ നമുക്ക് അതിൻ്റെയൊക്കെ യുക്തി പലതും ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഖുർആനിൽ നമുക്ക് നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോൾ അത് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതില് അമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ് മിർ റബ്ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവര്. അതാരാണ്? അമ്മല്ലദീന ആമനു, വിശ്വസിച്ച ഒരു കൂട്ടര്. അവരെന്താ പറയാ? റബ്ബിൽ നിന്നുള്ള എല്ലാ കാര്യവും സത്യമാണെന്ന് നമുക്കറിയാം. എന്താണ് സത്യം? അള്ളാഹു എന്ത് തന്നാലും അത് സത്യമാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും അവർക്കറിയാം സത്യമാണ്. അതിൽ ഒരു സംശയവും അവർക്കുണ്ടാവില്ല. എന്നാൽ അവിശ്വസിച്ചവരോ, അവർക്ക് അള്ളാഹുവിനും വിശ്വാസമില്ല, പ്രവാചകരിനും വിശ്വാസമില്ല, ഖുർആനിൽ പറഞ്ഞ ഒന്നിലും വിശ്വാസമില്ല. അവരിങ്ങനെയുള്ള എന്തെങ്കിലും കേൾക്കുമ്പോ എന്താ പറയാ? ഫയഖൂലൂന മാദാ അറാദല്ലാഹ്, അവരെന്താ പറയാ? മാദാ അറാദല്ലാഹ്, എന്താ അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം പറഞ്ഞ ഈ കൊതുകിന്റെ കാര്യം, ഈ കൊതുകിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ അള്ളാഹ് ഉദ്ദേശിക്കുക? ഇത്ര നിസ്സാര ജീവിയെ കുറിച്ചിട്ടാണ് ഖുർആനിലൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് എക്സാമ്പിൾ പറയുന്നത്. ഇതിലെന്താ ഇപ്പൊ കിടക്കുന്നത്? ഇത് പറഞ്ഞിട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് വിശ്വസിക്കാത്തവര്, നിഷേധിച്ചവര് പോവുക. എന്നിട്ട് അതിനെ പരിഹസിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തും. എന്താ? അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമില്ല. അവരതിട്ട് തിരിഞ്ഞു കളയും. അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. സത്യം മനസ്സിലാക്കാൻ ഒരാഗ്രഹം ഉണ്ടാവുമ്പോഴേ അവർക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. പക്ഷെ അവരതിന്റെ വഴിക്കേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആ വഴിക്ക് തന്നെ വിടും. എന്തുകൊണ്ടാന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ കലാമിന് ആ ഒരു വില അവർ കൊടുക്കുന്നില്ല. അതിലൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് അവർക്ക് അറിയണം എന്നുള്ള താല്പര്യമില്ല. അപ്പൊ ഇതൊന്നും നടക്കൂല. അപ്പൊ അങ്ങനെ പിന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് വിടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിടുന്നു. ആ ഒരു തെറ്റായ രീതിയിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിടുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികൾ കാണിച്ചു തരുന്നുണ്ടല്ലോ. രണ്ട് വഴിയും നമുക്ക് തന്നെയല്ല കാണിച്ചു തരുന്നത്. നല്ലത് തിരഞ്ഞെടുക്കാനുള്ള വഴിയും കാണിച്ചു തരുന്നുണ്ട്, മോശം തിരഞ്ഞെടുക്കാനുള്ള വഴിയും കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഈ വഴിയിലൂടെ പോയി മോശം തേടി പോകുന്നവർ ഏത് രീതിയിലുള്ള ആൾക്കാരാണ്. അവർ ആ വഴികളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്കും. ആ ഒരു നിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തോളട്ടെ. ആമീൻ. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ആരാണ്? അവര് അതിരുവിട്ടവരാണ്. ഓക്കെ, അതാണ് ഫാസിഖ് എന്നിവിടെ പറയുന്നത്. അതിരുവിട്ടവരെ അല്ല, അതിരുവിട്ടവര് മാത്രമേ ആ രീതിയിൽ നിന്ന് ബാക്കോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോ നമുക്കിപ്പോ ഈ ബക്കറയില് നമുക്കൊരു കൊതുകിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതിന് പുറമെ ഖുർആനിൽ ഒരുപാട് ജീവികളെ കുറിച്ച് മാത്രമല്ല പലതരം സൃഷ്ടികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. എട്ടുകാലിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, തേനീച്ചയെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഉറുമ്പുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഈച്ചയെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ജീവികളെ കുറിച്ച്, ഈ ഖുർആനിലുള്ള ജീവികളെ കുറിച്ചിട്ട് നമുക്ക് ഇതുണ്ട്. ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എട്ടുകാലിനെ കുറിച്ചിട്ടും തേനീച്ചകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്ഭുതകരമായ ബോധനം നൽകിയ ആ ജീവിയെ കുറിച്ച് എത്രയോ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇതിനൊക്കെ പുറമെ വെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട്.
മേഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മഴകളെ കുറിച്ച്, പക്ഷികളെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനെങ്കിലും ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. അല്ലാതെ വെറുതെ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അങ്ങനെ ഒരു ജീവികളെ പരിചയപ്പെടുത്തി തെറ്റി പോകുന്നതല്ല. അതിന്റെ പിന്നിൽ എന്തായാലും നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പറഞ്ഞു തരാൻ. അത് ഏതൊരു ചരിത്ര സംഭവമാവട്ടെ, ഏതൊരു കാര്യമാവട്ടെ, അതിന്റെ പിന്നിൽ നമുക്ക് ഒരു ഇബറത്തുണ്ട്, ഒരു ഗുണപാഠുണ്ട്. ഓക്കെ, ഈ ലോകത്തിലെ ഏറ്റവും ഏത് ചെറിയ കാര്യത്തിന്റെ പിന്നിലും നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ലെസൺ ഉണ്ടാവും, ഈ ലോകത്ത് തന്നെ. അപ്പൊ നമ്മളത് ശ്രമിക്കുന്ന എന്ന് പറഞ്ഞാല്, അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ റബ്ബിനെ നമുക്ക് ഒരുപാട് സ്തുതിക്കാൻ പറ്റും. നമ്മൾ അതിലേക്ക് ആഴ്ന്ന് ഇറങ്ങാൻ പറ്റണം. റബ്ബിന്റെ കുദ്റത്തുകള്, റബ്ബിന്റെ ആ ഒരു കഴിവുകള്, റബ്ബിന്റെ അത്ഭുതങ്ങള്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ റബ്ബിന്റെ കഴിവിനെ കുറിച്ച് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു പോകും. നമ്മൾ അറിഞ്ഞിട്ടല്ലേ സുബ്ഹാനല്ലാഹ് പറയുന്നത്. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ നാവോട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലയും പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാ പറഞ്ഞു പോകുന്നത്? അള്ളാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ, പല ആയത്തുകൾ കാണുമ്പോൾ. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ഈ ആയത്തിലെ കൊതുകിനെ തന്നെ നോക്ക്. അതിലേക്ക് നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കും. എനക്കറിയാത്ത കുറെ കാര്യങ്ങൾ പോലും അതിലുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട്, കാരണം ഇതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ തന്നെ വേറെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതം. കാരണം നമ്മൾ തന്നെ വിചാരിക്കുന്നത് കൊതുകിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടതൊക്കെ എന്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. ഓരോ അത്ഭുതങ്ങളാണിത്. പക്ഷെ നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഒന്നും ഉപയോഗശൂന്യമല്ല. നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ വിടാൻ പറ്റൂല. അങ്ങനെ ചെറിയൊരു വാക്കായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചെറിയൊരു ആയത്തായിരിക്കും. അതാണ് നമ്മുടെ ഖുർആനിന്റെ പ്രത്യേകത. ഒരു ആയത്ത്, ചെറിയൊരു ആയത്തായിരിക്കും, പക്ഷെ അതിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും, ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും അതിന്. അപ്പം സത്യങ്ങൾ പറയുന്നതിന് ഒരു ലജ്ജയുടെയും ആവശ്യമില്ല. ശരികൾ പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂല് വഴി, പ്രവാചകന്മാർ വഴി നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സത്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ആ ഒരു കാര്യം എത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടി, നമുക്ക് എന്തോ ഒരു, എന്താ പറയാ, അതിനൊരു ലജ്ജ എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് പാടില്ല. പക്ഷെ നമുക്കത് അള്ളാഹിനോട് ദുആ ചെയ്യാം. കാരണം അതിനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടണമല്ലോ. നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ധൈര്യക്കുറവ്. കാരണം അവരെന്തെങ്കിലും തിരിച്ചു പറയോ, നമുക്ക് പല അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, നമുക്ക് അവരോട് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയുമോ, ഇങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നോണ്ട് നമുക്ക് എന്തോ ഒരു നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള എവിടെയോ ഒരു ധൈര്യക്കുറവ്. പക്ഷെ ശരിക്കും നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, ശരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ റബ്ബ് നമുക്ക് അവസരങ്ങൾ തരും. അത് ഓരോ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഓരോരാൾക്കും ഉണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ ഓരോ ആൾക്കാർക്കും ഉണ്ടാവും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റൂല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചിലതെങ്കിലും നമുക്ക് ഇപ്പൊ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഉപദേശിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. ഒരുപാട് അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒരു നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു കഴിവായിരിക്കും. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. കാരണം കുറച്ചെങ്കിലും നമ്മൾ ഏതൊരു ഏതൊരു ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയിലോ അല്ലെങ്കിൽ ഒരു സംസാരത്തിലോ ഉണ്ടാകുമ്പം നമ്മുടെ റബ്ബിന്റെ ആ ഒരു കഴിവിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച്, നമ്മുടെ റബ്ബിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതുപോലെ ഈ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ഓരോ എക്സാമ്പിൾസ് പറയാനും നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പൊ സൂറ അങ്കബൂത്തില് 8 കാലിന്റെ കാര്യങ്ങളെ
കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിർക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് പോകുന്ന ആൾക്കാർ എട്ടുകാലി വലയിൽ കുടുങ്ങിയതിന് തുല്യാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ പറഞ്ഞു തന്ന ഈ ഉപമകളെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടി വരും. തേനീച്ചകളെ കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ തേനീച്ചയുടെ അത്ഭുതങ്ങൾ പറഞ്ഞു പഠിക്കണം. തേനീച്ച ചെയ്യുന്ന ആ കൂട്ടിൽ വെച്ച് ചെയ്യുന്ന എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ട് എന്നറിയുമ്പോൾ നമുക്ക് അള്ളാന്റെ ആ സൃഷ്ടിയെക്കുറിച്ച് ഭയങ്കരമായ അത്ഭുതം തോന്നിപ്പോകും. അതുപോലെ ഈച്ചകളെ കുറിച്ച്, കാരണം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ, ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കുന്നവരോട് പറയുന്ന ആ ഒരു കാര്യങ്ങൾ അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഈച്ച തട്ടിപ്പറിച്ച് കൊണ്ടുപോയാല് അവർക്ക് തിരിച്ചത് എടുക്കാൻ പോലും പറ്റൂല. ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കാതെ നമുക്ക് ഇത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പം അവര് ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു ന്യായങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ കഴിയൂല. അപ്പം നമ്മള് അതിനെക്കുറിച്ച് നമുക്ക് എക്സാമ്പിൾസ് പഠിക്കണ്ട. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിരിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കിട്ടും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ അൽഹംദുലില്ലാ മറ്റുള്ളവരോട് അത് പറയണം. അല്ലെങ്കിൽ നമ്മൾ ബഖറയിൽ പഠിച്ചതുപോലെ ഇന്നല്ലദീന യക്തുമൂന കദബ, കാരണം ആ ഒരു മറച്ചു വെക്കുന്ന ഒരു രീതിയിലാവും ഇപ്പോൾ നമ്മൾ നേടുന്ന ആ ഒരു ഇൽമ് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ മാത്രം അത് കിട്ടി, നമ്മൾ മാത്രം അത് ജീവിച്ച്, നമ്മൾ മാത്രം അത് ജീവിതത്തിൽ പകർത്താം. അത് ശരിയല്ല. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന റസൂലും നമുക്ക് അങ്ങനെ ഒരു രീതി പഠിപ്പിച്ചു തരുന്നേ ഇല്ല. എന്ത് രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് നേടിയാലും നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ലജ്ജ വേണ്ട എന്നാ പറയുന്നത്. ശരിക്കും ലജ്ജ വേണ്ടത് ഏതിലാണ്? നമ്മൾ തിന്മ ചെയ്യുമ്പോഴാണ്. നമ്മുടെ റബ്ബിന്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ റബ്ബ് കാണുന്നില്ല എന്നുള്ള ഒരു തോന്നല് നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലജ്ജ വേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളുടെ ആ ചെയ്ത തെറ്റുകളെ പറ്റി ചിന്തിക്കാണ് നമുക്ക് ലജ്ജ വേണ്ടത്. അങ്ങനെയാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. സത്യവിശ്വാസി ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനകൾ എതിർക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാല് സമഅനാ വ അത്വഅനാ, നമ്മൾ കേട്ടു, നമ്മളതനുസരിച്ചു. ആമന്നാ വസദഖ്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സത്യപ്പെടുത്തി. അതിലൊരു ന്യായീകരണമോ ഒരു സംശയമോ ഒന്നും സത്യവിശ്വാസികൾക്ക് ഉണ്ടാവില്ല. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. പക്ഷെ അതേ സ്ഥാനത്ത് നിഷേധികളായ ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്തും, ഒരുപാട് തെറ്റുകൾ കണ്ടെത്തും. കാരണം അവരെപ്പോഴും എന്താണോ ഇതിൽ തെറ്റുകൾ ഉള്ളത് ആ രീതിയിലേക്ക് തന്നെ അവരുടെ ചിന്തയും സംസാരവും പോകും. പക്ഷെ അവിടെയൊക്കെ നമ്മളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു നിഷേധികളായ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വരുന്നവര്, നമ്മളോട് ആ ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മളത് ക്ഷമയോട് കൂടിയിട്ടത് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കഴിവിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. കാരണം നമ്മുടെ മൂസാ അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരിക്കലും മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേഗം ഫിർഔൻ അനുസരിക്കണം, എന്നിട്ട് ഫിർഔന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കാൻ പറ്റണേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വേഗം തീരുമാനിക്കും എന്നുള്ള രീതിയിലല്ലോ. കാരണം ഫിർഔന് വേഗം മാറ്റം കൊടുക്കണേ എന്നല്ല മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? മൂസാ നബിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഹൃദയത്തിന് വിശാലത തരണേ. ഫിറോന്റെ ഹൃദയത്തിന് വിശാലത കൊടുക്കണേന്നല്ല, എന്റെ ഹൃദയത്തിന് വിശാലത തരണേ അല്ല, എന്റെ നാവിന്റെ കെട്ടഴിച്ച് തരണേ അല്ല, ഞാൻ പറയുന്ന വാക്കുകൾ എളുപ്പമാക്കി തരണേ അല്ല. ഇങ്ങനെയാണ് മൂസാ നബി പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും ഖുർആനിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയാ ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിന് വിശാലത തരണം, നമ്മളുടെ വാക്കുകൾക്ക് ശക്തി തരണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് വേറെയും ചില ജീവികളുടെ ഒരുപാട് അത്ഭുതങ്ങൾ, ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് നമ്മുടെ സമയത്ത് ഒരുപാട് അധികരിപ്പിച്ചു പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായൊന്നും ഈ ആയത്തിനെ എക്സ്പ്ലനേഷൻ ആക്കി പറയുന്നില്ല.
ഈ ഒരു രീതിയിലായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റായി, വളരെ ക്ഷമയോടെ സത്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, ഒരുപാട് ദീനിപരമായ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ റബ്ബിനെ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിവെച്ച് ആ ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിക്കണം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പഠിച്ചതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എളുപ്പം തരട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമ്മൾ ഒരിക്കലും നിരാശരാവരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ സുമറിൽ പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.